ഒരു നിമിഷം മനമുയർത്താ അൽത്താരവേദിയിലണയാ, ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം, ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. ശാരോണിലെ പനിനീർദളമായി ദാവീദിൻ സ്നേഹ സങ്കീർത്തനമായി, ശാരോണിലെ പനിനീർദളമായി ദാവീദിൻ സ്നേഹ സങ്കീർത്തനമായി, പവനതിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാം. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ പിതാവിലും ഏറ്റവും സ്നേഹ വാത്സല്യം നിറഞ്ഞവരെ, ഇന്ന് ലോകം മുഴുവനും കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെല്ലാവരും സ്വർഗത്തിലേക്ക് അവിടുന്ന് അടുപ്പിക്കുവാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷവാന്മാരായി സന്തോഷവതികളായി ജീവിക്കുവാൻ വേണ്ടിയാണ്. ആ പരിശുദ്ധമായ ജീവിത ലക്ഷ്യം എന്ന് മനസ്സ് ധ്യാനിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലി ഭക്തിപൂർവ്വം പങ്കുചേരാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുന്നവരെയും എല്ലാ മക്കളെയും ഈ ബലി പങ്കുചേരുന്ന ഓരോരുത്തരെയും ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിക്കായി ഒരുങ്ങാം. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ പാപങ്ങളോ തെറ്റുകളോ വന്നെങ്കിൽ ദൈവസന്നിധിയിൽ വിനയത്തോടെ എളിമയോടെ പ്രവേശിക്കാം. കാര്യങ്ങൾ കോപ്പി നമുക്ക് ഒരുമിച്ച് ഏറ്റുമെല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കനിയണമേ ക്രിസ്തുവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈകിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവ്വശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തോകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തോകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ പാടുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ഋത്വിക ദൈവ മഹത്വത്തിൽ. സർവശക്തനായ ദൈവമേ, ദിവ്യമായ ആനന്ദത്താൽ ആർത്തുല്ലസിക്കുവാൻ കൃപകളുടെ ഭക്താനുഷ്ഠാനത്താൽ സന്തോഷിക്കുവാനും ഞങ്ങൾക്ക് അങ്ങയുടെ നൽകിയല്ലോ. എന്തെന്നാൽ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം ഞങ്ങൾക്ക് സന്തോഷമാകുന്നു. ശിരസിന്റെ മഹത്വം എത്തേണ്ടിടത്ത്
ശരീരത്തിന്റെ പ്രത്യാശയും നിറവേറ്റുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അല്ലയോ തെയോഫിലോസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഡാനുഭവത്തിനു ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ്, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു, അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്
സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവൻ്റെ പ്രഭാപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ഭക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാക്കട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ. ഇതാ, ലോക അവസാനം വരെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഈശോ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അത് ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നതോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർ സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായി അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവർ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. എല്ലാവരും ഇരിക്കുക. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ് തിരുസഭ എന്ന് ആഘോഷിക്കുക. ഈ സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാ ഐശ്വര്യവും നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായി നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് കാൽവരിയിലെ കുരിശിൽ കിടക്കുമ്പോൾ മരിക്കുന്നതിന് മുമ്പായിട്ട് നല്ല കള്ളനോട് യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസലായിരിക്കും, സ്വർഗത്തിലായിരിക്കുമെന്ന്. കർത്താവ് നിക്കോദേമസിനോട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടില്ല.
എങ്കിലും മനുഷ്യപുത്രനെ വിശ്വസിക്കുന്ന എല്ലാവരും മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നവന് സ്വർഗരാജ്യത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് പ്രവേശനമുണ്ട്. പ്രിയമുള്ളവരെ, ലൂക്കാസ് സുവിശേഷത്തിൽ കർത്താവ് സ്വർഗരാജ്യത്തെ സുന്ദരമായ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നുണ്ട്. അതായത് ധനവാന്റെയും പാവപ്പെട്ട ലാസറിൻ്റെയും കഥ. ധനവാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും, നല്ല സുഭിക്ഷമായ വസ്ത്രം, സുഭിക്ഷമായ ഭക്ഷണം, നല്ല മൃദുലമായ വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിച്ചു. പാവപ്പെട്ട ലാസർ അദ്ദേഹം വ്രണങ്ങൾ ബാധിച്ച് വഴിയരികിൽ ഭിക്ഷയാചിച്ച് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പോലും ജീവിച്ചു. രണ്ടുപേരും മരിച്ചു. എന്നാൽ ധനവാൻ നരകത്തിൽ പോയി. പാവപ്പെട്ട ലാസർ അവനിത് അബ്രഹാത്തിന്റെ മടിയിൽ സ്വർഗത്തിലെ സന്തോഷം ആനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വർഗമെന്ന ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മളിവിടെയാണ് ജീവിക്കുന്നതെങ്കിലും ജീവിക്കുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം. മറിച്ച് ഇവിടെ മാത്രം ജീവിക്കാൻ, ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ മാത്രം ആസ്വദിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം നഷ്ടമായി മാറും. ജീവിതം വളരെ വേദനാജനകമായി മാറും. ഇവിടുത്തെ ഈ ഭൂമിയിലെ ഭൗതികമായ ആവശ്യങ്ങൾ മാത്രമല്ല, മറിച്ച് ഓരോ ക്രിസ്ത്യാനിയും, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും അവൻ ലക്ഷ്യമെന്ന് പറയുന്നത് മഹത്വപൂർണമായ തേജസ്സാർന്ന സ്വർഗ ജീവിതമാണ്. അതുകൊണ്ട് ഈശോ പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാ സ്ഥലം സജ്ജമാക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും, നിങ്ങളും അവിടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവം നൽകുന്ന ഏറ്റവും വലിയ ലക്ഷ്യമാണ് സ്വർഗരാജ്യം. ഈ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ആത്മാവ് നഷ്ടമായ നമ്മൾ നരകത്തിലാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയും സത്യവും ജീവനും ഈശോയാണ്. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്ന കാര്യമാണ്. എന്നിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ആർക്കും സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. നിങ്ങളെൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുക, നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആരൊക്കെയാണ് സ്വർഗത്തിലേക്ക് കടന്നു ചെയ്തിട്ടുള്ളത്? പരിശുദ്ധ മാതാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന പറയുക. മാതാവ് ഇങ്ങനെ മാലാഖമാരെ സ്വർഗത്തിലേക്ക്, എലിയ എന്ന പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന പറയുക. ശിഷ്യന്മാർ നോക്കിയിരിക്കുമ്പോഴാണിതാ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. സ്വർഗത്തിലേക്ക് കയറി ഇറങ്ങുന്ന ഒരു സുന്ദരമായ ചിത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകം പ്രത്യേകിച്ച് 32-ാം അധ്യായത്തിൽ യാക്കോബ് ഇങ്ങനെ സ്വർഗത്തിലേക്കുള്ളൊരു ഗോവണിയെക്കുറിച്ച് ചിത്രം കാണുന്നുണ്ട്. സ്വർഗത്തിലേക്ക് ഇങ്ങനെ മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഭൂമിയിൽ വന്നാൽ അവിടെ വീണ്ടും സ്വർഗത്തിലേക്ക് കടന്നില്ല. അപ്പോൾ നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും നന്മ പ്രവൃത്തികൾ ചെയ്ത് മുന്നേറുക. മത്തായി സുവിശേഷം 25-ാം അധ്യായം ഈശോ തൻ്റെ സകല മാലാഖമാരും സകല വിശ്വരുമൊത്ത് സ്വർഗത്തിൽ എഴുന്നള്ളുമ്പോൾ അവിടെ നിന്നാ നന്മകൾ ചെയ്ത എല്ലാവരെയും തൻ്റെ വലതുഭാഗത്തിരുത്തുന്നു. തൻ്റെ വലതുഭാഗത്തിരുന്നു. എനിക്ക് ദാഹിച്ചു, എനിക്ക് വിശന്നു, എനിക്ക് വസ്ത്രമില്ലായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു, എനിക്ക് വസ്ത്രം നൽകി, ഭക്ഷണം നൽകി, നിങ്ങളെന്നെ സ്വീകരിച്ചു, നിങ്ങൾ സ്വർഗരാജ്യത്തിലായിരിക്കും. ഈ ഒരു കൽപ്പന നമ്മൾ പാലിക്കണം. നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. നമ്മുടെ ഓരോ പ്രവൃത്തികളും ചിന്തകളും വാക്കുകളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഭർത്താവിനെയും ഭാര്യയെയും സഹോദരന്മാരെയും എല്ലാവരെയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുവാനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഈശോ പിതാവിൻ്റെ മടിയിൽ നിന്നും ഇറങ്ങി ഈ ഭൂമിയിലേക്ക് വന്ന് പീഡകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മളെല്ലാം വഴിതെറ്റി പോകാതിരിക്കാൻ, നമ്മളാരും സ്വർഗരാജ്യം നഷ്ടപ്പെടാതിരിക്കാൻ, സ്വർഗരാജ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഈശോ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നമ്മോട് വചനം പറഞ്ഞതും നമ്മോട് വേണ്ടി പീഡ സഹിച്ചതും നമുക്ക് വേണ്ടി മരിച്ചതും നമുക്ക് വേണ്ടി ഇതാ ശിഷ്യന്മാർ നോക്കി നിൽക്കെ ഈശോ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി തൻ്റെ പിതാവിൻ്റെ ബലത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. നമ്മളെല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ കർത്താവ് ഉദ്ധാനം ചെയ്ത് പിതാവിൻ്റെ ബലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. നമുക്കും ഒരിക്കൽ ഈ ഭൂമിയിൽ നിന്നും അധ്വാനങ്ങളെല്ലാം കഴിഞ്ഞ് മരണമടഞ്ഞ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാനുള്ള കൃപ ലഭിക്കണമെന്ന് അതിനുവേണ്ടി എല്ലാ ദിവസവും നമ്മൾ സ്വപ്നം കാണുക. ദൈവമേ,
അങ്ങയുടെ വലതുഭാഗത്തിരിക്കാൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് എളിമയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം അതിനുള്ള വഴി നമുക്ക് സത്യവും ജീവനും വഴിയുമായി ഈശോ തുറന്നു തരും. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ തിരുനാളിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് എഴുന്നേറ്റേക്കാം. വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഭക്തിപൂർവ്വം ഏറ്റുമെല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകർത്താവും ജാതനായ ഏകദൈവത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവ് ജനിച്ചതുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴിയായി സ്ഥലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയ ശരീരം സ്വീകരിച്ച് മനുഷ്യരായി തീർന്ന് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലേഖനങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസരം ഉണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സർവ്വത്രികവും അവസരികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളെ മതത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരെയും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സ്വർഗ്ഗാരോഹണ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും അവിടുത്തെ പക്കലേക്ക് കാരുണ്യപൂർവ്വം സമർപ്പിക്കാം. നല്ലിടനായ യേശുനാഥ് വരമേൽപ്പിച്ച അജഗണത്തെ നമ്മുടെ സഭാപാലകന്മാർ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, എല്ലാ കർദിനാൾമാർ, എല്ലാ മെത്രാന്മാർ, അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് എല്ലാവരും കരുതലോടെ നയിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും എല്ലാ ജനങ്ങൾക്കും അനുഭവപ്പെടുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് കർത്താവ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശരായ നമ്മുടെ സഹോദരി സഹോദരന്മാർ സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ കഴിയാത്ത വിധം സന്തോഷമാക്കി മാറ്റണമേ എന്ന് നമുക്ക് കർത്താവ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹം അതിരറ്റ വിശ്വാസത്തോടും ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിനും സ്വർഗ്ഗാരോഹണത്തിനും സാക്ഷ്യം വഹിക്കുവാനും നമ്മുടെ കുടുംബങ്ങൾ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണമേ എന്നും കർത്താവ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയമുള്ളവരെ, കൊറോണ കാലഘട്ടത്തിൽ കൊറോണ എന്ന രോഗത്താൽ, കോവിഡ് എന്ന രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും സൗഖ്യം ലഭിക്കണമേ. നമ്മുടെ എല്ലാ ജനങ്ങളെയും ഈ രോഗത്തിൽ നിന്ന് പരിപൂർണമായി മോചിപ്പിക്കണമെന്നും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഒരു നിമിഷം കരങ്ങൾ കൊപ്പി മൗനമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യജീവിതം നിരവധി ആവശ്യങ്ങളെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നവരും അങ്ങ് വിളിച്ചപേക്ഷിക്കുന്ന അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങ് വിശ്വസിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ദൈവമേ, അങ്ങയുടെ ജീവനെ സ്വീകരിക്കാൻ സമർപ്പിക്കുന്നു. അർപ്പണം, പൂജാർപ്പണം, സ്നേഹത്തിൻ യാഗാർപ്പണം. അർപ്പണം, പൂജാർപ്പണം, സ്നേഹത്തിൻ യാഗാർപ്പണം. തിരുസന്നിധിയിൽ
തിരുനാഥനൊത്ത് തിരുമുൽ കാഴ്ചയുമാ തിരുസന്നിധിയിൽ തിരുനാഥനൊത്ത് തിരുമുൽ കാഴ്ചയുമായി അർപ്പണം പൂജാർപ്പണം സ്നേഹത്തിൻ യാഗാർപ്പണം. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചെയ്യാൻ നടപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഈ ദിനം അങ്ങയുടെ ഏകപുത്രനായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ അതേ മാനസത്താൽ സ്വർഗീയമായവയിൽ വസിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായ കർത്താവും ഞങ്ങളുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. സർവശക്തനായ കർത്താവേ, അങ്ങേ പുത്രന്റെ ധന്യമായ സ്വർഗാരോഹണത്തിന് വേണ്ടി പ്രാർത്ഥനാ നിരതരായി ഞങ്ങളിപ്പോൾ ബലിയർപ്പിക്കുന്നു. ഈ പരിശുദ്ധ വിനിമയത്താൽ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തപ്പെടാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, എങ്ങും എന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. എന്തെന്നാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജേതാവും മഹത്വത്തിൻ്റെ രാജാവുമായ കർത്താവായ യേശു മാലാഖമാർ വിസ്മയം പൂണ്ടു നിൽക്കവേ സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് ആരോഹണം ചെയ്തു. ദൈവസമക്ഷം മനുഷ്യരുടെ മധ്യസ്ഥനും ലോകത്തിന്റെ വിധിയാളിലും സൈന്യങ്ങളുടെ കർത്താവുമായി അവിടുന്ന് എഴുന്നള്ളിയത് ഞങ്ങളുടെ എളിയ മനുഷ്യപ്രകൃതിയെ ഉപേക്ഷിക്കാനില്ല, പിന്നെയോ ഞങ്ങളുടെ ശിരസും ഉറവിടമായി അവിടുന്ന് എത്തിച്ചേരേണ്ടിടത്ത് അവിടുത്തെ അംഗങ്ങളായി ഞങ്ങളും ഒന്നു ചേരണമെന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണല്ലോ. ആകയാൽ
എന്നാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നതരായ ശാക്തികന്മാരും മാലാഖവൃന്ദവും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്ന് ചേർന്നാലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി മുട്ടുമേ നിന്ന് കർത്താവിൻ്റെ ക്രൂശിലേക്ക് നോക്കി നമുക്ക് ധ്യാനിക്കാം. ഇന്ന് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. എല്ലാ മാലാഖമാരും എല്ലാ വിശുദ്ധരുമൊത്ത് സ്വർഗസ്ഥനായിരിക്കണം. നമ്മൾ ഒരിക്കൽ മരിച്ച് ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്നവരാണ്. സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കാൻ നമുക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. എന്തെങ്കിലും പാപങ്ങൾ, എന്തെങ്കിലും കുറവുകൾ സ്വർഗത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, സ്വർഗം ലഭിക്കാൻ തടസ്സമായിട്ടുണ്ടെങ്കിൽ അത് പാടി അപേക്ഷിക്കാം. പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ കർത്താവിൻ്റെ വഴികളിൽ കർത്താവിൻ്റെ സ്വർഗത്തെ എത്തിച്ചേരാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങേ ആത്മാവ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. ദൈവമേ ആരാധന, സ്നേഹമേ ആരാധന, സൗഖ്യമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, സ്നേഹമേ ആരാധന, സൗഖ്യമേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായ ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ ഒന്നായി തീർക്കണമേ. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായിക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണമേ. ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ ഔസേപ്പിതാവിനോടും അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരുമത്ത്
നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. കാര്യങ്ങൾക്കൊപ്പം ത്രിയേക ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ഭക്തിപൂർവ്വം ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നു ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം തന്നരുളയണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ യേശുവിനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെപ്പോഴും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതനാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെ പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ കൽമാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. അങ്ങ് എല്ലാവർക്കും പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ക്രിസ്തുമസ്. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേ.
ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇകത്തിൽ സ്വർഗീയമായ രഹസ്യങ്ങൾ ആഘോഷിക്കുവാൻ നിയുക്തരായവരെ അങ്ങ് കനിഞ്ഞ് അനുവദിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പ്രകൃതി അങ്ങയോടൊപ്പമായിരിക്കുന്നിടത്തേക്ക് ക്രിസ്തീയമായ ഭക്തിയുടെ ചൈതന്യം ഞങ്ങളെ നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ശിരസമച്ച് ആശീർവാദം സ്വീകരിക്കും. ഈ ദിനം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവിടുന്ന് ആയിരിക്കുന്നിടത്തേക്ക് എത്തിച്ചേരുവാൻ കവാടം തുറന്നിരുകയും ചെയ്ത തന്റെ ഏകജാതന്റെ പിതാവും സർവശക്തനുമായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവ് ആയ ദൈവം ക്രിസ്തു തന്റെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷ ദർശനം വരുന്നതുപോലെ വിധിയാളിലായി വരുമ്പോൾ അവിടുന്ന് നിങ്ങളിൽ നിത്യകാലം സംപ്രീതനായി കാണപ്പെടുവാൻ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ പ്രതാപത്തിൽ പിതാവിനൊപ്പം എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ യുഗാന്ത്യം വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അവിടുത്തെ വാഗ്ദാന സന്തോഷപൂർവ്വം അനുഭവിച്ചറിയുവാൻ പ്രാപ്തനായി തീരുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.